സത്യത്തില് വഹാബികളായ ആളുകൾക്ക് മുത്തുനബിനോട് ഒരു തരിക്ക് പോലും സ്നേഹമില്ല. ഓൾക്ക് ശരിക്കും മുത്തുനബിനോട് പക്ക വെറുപ്പാണ്. മുത്തുനബിന്റെ മുന്നിലിരുന്ന് എത്രയോ സ്വഹാബത്ത് പാട്ട് പാടിയിരുന്നു മുത്തുനബിനെ പുകഴ്ത്തിയിട്ട്. എന്നാല് ഇന്ന് വരെ ഏതെങ്കിലും ഒരു വഹാബി മുത്തുനബിനെ പുകഴ്ത്തി പാട്ട് പാടങ്ങൾ കേട്ടിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നോക്കിക്കൊണ്ട് പാടിയില്ലേ, വ അജ്മലു മിൻക ലം തറഖത്തു ഐനി വ അക്റമു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. ഞാൻ ഇന്ന് കുറെ സെർച്ച് ചെയ്തൊക്കെ യൂട്യൂബില് ഒരു ഹുബ്ബ് റസൂൽ പ്രഭാഷണം കിട്ടാനായിരുന്നു വഹാബിന്റെ. കിട്ടിയില്ല. എനിക്ക് സത്യമാണ് ഞാൻ പറഞ്ഞത്. സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഒരു പറയലുണ്ടാ. സ്വലാത്ത് ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ ആയത്താണല്ലോ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സംശയമുണ്ടോ? ഇല്ല. സ്വലാത്ത് ചൊല്ലണം. പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണ്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലാ ബിഹാ അലൈഹാ അശ്റ, 10 നന്മ കൂലി കിട്ടും. സത്യം പറയാലോ, ഇവർക്ക് മുത്തുനബിനോട് ഇങ്ങനെ വലിയ സംഭവം ഇവര് പറയും. ഇന്ന് വരെ മുത്തുനബിനോട് ഒരു മഹബത്ത് ഇവരുടെ ഉള്ളിലില്ല. പ്രവാചകനെ സ്നേഹിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ഈമാൻ പരിപൂർത്തീകരിക്കപ്പെടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസികളാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അവന്റെ മക്കളെക്കാളും അവന്റെ മാതാപിതാക്കളെക്കാളും അവനിലേക്ക് പ്രിയം വെച്ച ആരൊക്കെയുണ്ടോ അവരെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസികളാവുകയില്ല എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഈ റസൂലുള്ളയെ നമ്മൾ സ്നേഹിക്കേണ്ടത് ആ റസൂലുള്ള കൊണ്ടുവന്ന ആദർശം പിൻപറ്റിക്കൊണ്ട്, ആ ആദർശത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട്, ആ ആദർശം ജീവവായുവായി സ്വീകരിച്ചുകൊണ്ട്, അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും അത് നമ്മുടെ കുടുംബ ജീവിതത്തിലും അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും പ്രതിഫലിപ്പിച്ചുകൊണ്ടാ ഹബീബിനെ നമ്മൾ സ്നേഹിക്കേണ്ടത്.